കിറാക്കോമി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ബാലരമ മുതൽ വായിച്ചിട്ട് തരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 2026 ഫെബ്രുവരി 7-ാം തീയതിക്കത്തെ ബാലരമയാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പോലെ തന്നെ ലൂണാമാട്ടി ഉണ്ട്. അതുപോലെ 2025 ക്വിസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. 25-35 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സൈഫൺ ഉണ്ട്, അനിമൽ ഹീറോസ് ഉണ്ട്, തീവണ്ടി പൂച്ച എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ ജംഗിൾ ബുക്കിൻ്റെ ചിത്രകഥ ഉണ്ട്. മരത്തിൻ്റെ പ്രതികാരം എന്നാണ് ആ കഥൻ്റെ പേര്, ജംഗിൾ ബുക്കിൻ്റെ കഥൻ്റെ പേര്. പിന്നെ കളർ സർക്കിൾ ഉണ്ട്. അപ്പോൾ ലക്കം 55 അല്ല 55 ലക്കം 6 അങ്ങനെ എന്തോ ആണ്. നമുക്ക് വായിക്കാം. വേസ്റ്റ് വണ്ടി. ടൂർ. ഏതോ വണ്ടി വരുന്ന ശബ്ദം കേട്ട് ആളുകൾ തിരിഞ്ഞു നോക്കി. വരുന്നത് സാധാരണ വണ്ടിയല്ല, ഒരു വേസ്റ്റ് ബിന്നാണ്. അതെ, വേസ്റ്റ് ഇടുന്ന പാത്രം. ഓടിക്കുന്നയാൾ ഹെൽമറ്റൊക്കെ വെച്ചാണ് ഇരിപ്പ്. കാരണം ചെറിയ സ്പീഡിലൊന്നുമല്ല വരവ്. ബ്രിട്ടീഷുകാരനായ മൈക്കൽ വാൾഹെഡ് ആണ് വേസ്റ്റ് ബിന്നിൽ മോട്ടോർ ഘടിപ്പിച്ച് ഉഗ്രനൊരു വാഹനമാക്കിയത്. 2 വർഷം മുമ്പേ വേസ്റ്റ് ബിൻ വാഹനം മണിക്കൂറിൽ ഏതാണ്ട് 89 കിലോമീറ്ററിൽ വേഗത്തിൽ ഓടിച്ച് വാൾഹെഡ് റെക്കോർഡിട്ടിരുന്നു. ചീറിപ്പായുന്ന ഒരു കാറിൻ്റെ വേഗത്തിൽ ആ റെക്കോർഡ് ഈയിടെ അദ്ദേഹം തിരുത്തി. മണിക്കൂറിൽ ഏതാണ്ട് 106 കിലോമീറ്റർ വേഗത്തിൽ വാൾഹെഡ് വേസ്റ്റ് ബിൻ ഓടിച്ചു. വേസ്റ്റ് ബിൻ അത്ര വേസ്റ്റല്ല അല്ലേ? ഇതാണ് വാൾഹെഡ്. സൈഡിൽ കാണുന്നതാണ് വാൾഹെഡ്. ഓക്കെ. പറക്കുന്ന മേശ. സയൻസിൽ ഉപരിപഠനം നടത്താനാണ് ജാക്കിൻ്റെ ആഗ്രഹം. എന്നാൽ ഇഷ്ടപ്പെട്ട കോളേജിൽ അവന് സീറ്റ് കിട്ടിയില്ല. ഒന്നല്ല 4 തവണ ശ്രമിച്ചിട്ടും. അതോടെ ജാക്ക് ആകെ നിരാശനായി. നാട്ടിൽ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, ഡോക്ടർ ആൾഡ്രിക് ഫ്രിഞ്ച്. ജാക്ക് അദ്ദേഹത്തെ പോയി കണ്ടു. എന്നിട്ട് തൻ്റെ നിരാശ പങ്കുവച്ചു. ഡോക്ടർ ഫിഞ്ച് പറഞ്ഞു, 4 തവണ കിട്ടിയില്ലെങ്കിൽ 5-ാമതും ശ്രമിക്കുക. ശ്രമിച്ചാൽ നടക്കാത്ത അത്ഭുതങ്ങളില്ല. ജാക്കിന് നിരാശ കൂടി. ഇതാണോ ഒരു ശാസ്ത്രജ്ഞൻ്റെ ഉപദേശം? ശ്രമിച്ചാൽ ഈ മേശ പറക്കുമോ? ഒരു കൊച്ചു മേശ ചൂണ്ടിക്കാട്ടി ജാക്ക് ചോദിച്ചു. ഫിഞ്ച് ഉത്തരമൊന്നും പറഞ്ഞില്ല. പകരം ആ മേശയെടുത്ത് പരീക്ഷണശാലയിലെ ഒരു പ്രത്യേക ഗ്യാസ് ക്യാബിനിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഏതോ സ്വിച്ച് ഓൺ ചെയ്തു. അതോടെ ഗ്ലാസ് ക്യാബിൻ്റെ തറയിലെ ഒരു പൈപ്പിൽ നിന്ന് അതിശക്തമായി വായു മുകളിലോട്ട് പ്രവഹിച്ചു. മേശയുടെ ഭാരത്തേക്കാൾ ശക്തിയിൽ. അതോടെ മേശ പറന്നു പൊങ്ങി. നമ്മളെ വലിച്ചു താഴ്ത്തുന്നത് ചില തോന്നലുകളാണ്. അതിനേക്കാൾ ശക്തിയിൽ അധ്വാനിച്ചാൽ എന്ത് അത്ഭുതവും സംഭവിക്കും, ഫിഞ്ച് പറഞ്ഞു. ജാക്ക് അദ്ദേഹത്തെ വന്ദിച്ചു. അതുവരെ ചെയ്തതിനേക്കാൾ കഠിനമായി പരിശ്രമിച്ച് അവൻ പരീക്ഷ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒന്നിനെയും പുച്ഛിച്ച് തള്ളരുത്. ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമുക്ക് എല്ലാതും കിട്ടുമെന്നാണ് ഈ കഥയുടെ ഗുണപാഠം. ജംഗിൾ ബുക്കാണ്. മരത്തിൻ്റെ പ്രതികാരം 8-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതുവരെ എന്താ ഉണ്ടായത് നമുക്ക് വായിച്ചു നോക്കാം. കാട്ടിലെ ഒരു മരത്തിലെ പഴം തിന്ന 2 കുരങ്ങന്മാരും ഒരു അണ്ണാനും മരിച്ചു. ഇത് മരത്തിൻ്റെ പ്രതികാരമാണെന്ന് ബാലു പറഞ്ഞു. മരത്തിനടുത്ത് പോയ മൗഗ്ലി ബോധമറ്റ് വീണു. ബാലുവും ഭഗീരനും ചില്ലും എത്തി. മരുന്ന് കൊടുത്ത മൗഗ്ലി ഉണർന്നു. അതിനിടെ ചില ചുവന്ന പക്ഷികൾ അതുവഴി പോകുന്നത് മൗഗ്ലി കണ്ടു. പഴത്തിലല്ല, മരക്കൊമ്പിലാണ് വിഷം എന്ന് മൗഗ്ലി കണ്ടെത്തി. പക്ഷികൾക്ക് ഇതുമായി ബന്ധമുണ്ടാകാമെന്നും പക്ഷികളുടെ വഴിയെ പോകാൻ മൗഗ്ലി തീരുമാനിച്ചു. അതിനിടെ ചിൽ വീണു കിടക്കുന്ന കാര്യം ഒരു പക്ഷി വന്ന് പറഞ്ഞു. അവിടെ എത്തിയ മൗഗ്ലി ചില്ലിന് മരുന്ന് കൊടുത്തു. മൗഗ്ലി വീണ്ടും ചുവന്ന പക്ഷികളെ കണ്ടു. ഇനി വായിക്കൂ. മൗഗ്ലി സംശയത്തോടെ ചുവന്ന പക്ഷികളെ നോക്കി നിൽക്കുന്നതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ആ പക്ഷികൾ അത് ചോരപ്പക്ഷികൾ. നിറം കാരണം വിളിക്കുന്ന പേരാണ്. അവർക്ക് മറ്റാരുമായും കൂട്ടില്ല. വല്ലപ്പോഴുമേ ഇതുവഴി വരൂ. കൊക്കപ്പാറയിലാ താമസം. കൊക്കപ്പാറയോ? അതെ, ചെങ്കുത്തായ ഒരു പാറയുണ്ട് കുന്നിനപ്പുറം. അതിലെ ഗുഹയിലാ താമസം. അവരുടെ സ്വഭാവം കാരണം ആരും അങ്ങോട്ട് പോകാറില്ല. ചിൽ കണ്ണു തുറക്കുന്നു. ചിൽ മുഴുവനായും ഉണർന്നിട്ടില്ല. പക്ഷേ ചിൽ രക്ഷപ്പെട്ടല്ലോ, ആശ്വാസമായി. ഒന്ന് ചോദിക്കട്ടെ, ആ പക്ഷികൾക്ക് ഇതിനെന്തെങ്കിലും പങ്കുണ്ടോ? എങ്കിൽ ഈ വിഷത്തിലോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് അവരെ കണ്ടിട്ട് വരാം. പക്ഷേ ചില്ലിനെ ശ്രദ്ധിക്കണേ. അങ്ങനെ മൗഗ്ലി അവരെ പിന്തുടരുകയാണ്. ഇതാണ് ആ സ്ഥലം. വേരുകളിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങി നോക്കിയാലോ? ഇവിടെ തുടരും. അടുത്ത എപ്പിസോഡ് അടുത്ത ലക്കത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്.
ഞാനാ ലുട്ടാപ്പി ആനിമേഷൻ ലുട്ടാപ്പി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ലുട്ടാപ്പിയുടെ ഒരു ആനിമേഷൻ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ബാലരമ എന്ന് പറഞ്ഞൊരു പുതിയ ചാനലാണ് ഇതാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ചാനലിലോട്ട് പോകാവുന്നതാണ്. അനിമൽ ഹീറോസ് എന്ന എപ്പിസോഡാണ് നോക്കുന്നത്. ഹെഡിങ് യുദ്ധഭൂമിയിലെ സിംസൺ. യുദ്ധക്കളത്തിൽ പരുക്കേറ്റവരെ ക്യാമ്പിലെത്തിച്ച കഴുതയുടെ കഥയാണ് ഇക്കുറി അനിമൽ ഹീറോസിലുള്ളത്. ഹെലികോപ്റ്ററുകൾ പ്രചാരം നേടും മുമ്പ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മുറിവേറ്റ സൈനികരെ സ്ട്രെച്ചറുകളിലാണ് ക്യാമ്പിലെത്തിച്ച് ചികിത്സിച്ചിരുന്നത്. ഇതിനായി സൈന്യത്തിനൊപ്പം സ്ട്രെച്ചർ ബെയർമാർ എന്നൊരു വിഭാഗമുണ്ടായിരുന്നു. ടർക്കിയിലെ ഗാലിപ്പോളിയിൽ നടന്ന ഭീകരയുദ്ധത്തിലും സ്ട്രെച്ചർ ബെയർമാർ വിലപ്പെട്ട സേവനം നൽകി. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, മേഘാലയയിൽ നിന്നെത്തിയ അൻസാക് എന്ന സൈന്യവിഭാഗത്തിന് അവിടെ ശത്രുനിരയിൽ നിന്നും കനത്ത ആക്രമണം നേരിടേണ്ടി വന്നു. ആ സാഹചര്യത്തിലാണ് ജോൺ കിർക്ക് പാട്രിക് എന്ന സ്ട്രെച്ചർ ബെയർ 1915 യുദ്ധമുഖത്തെത്തുന്നത്. ക്യാമ്പിലെത്തിയപ്പോഴേ മേലുദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി. ജോൺ, ചെങ്കുത്തായ മലനിരകൾ, ഇടുങ്ങിയ കാട്ടുവഴികൾ, അവയിലാകട്ടെ ഉരുളൻ കല്ലുകളും പാമ്പുകളും കാട്ടുവള്ളികളുടെയും വൃക്ഷശാഖകളുടെയും തടസ്സം, പാഞ്ഞുവരുന്ന വെടിയുണ്ടകൾ, നിങ്ങളുടെ ജോലി വിഷമം പിടിച്ചതാണ്. ജോൺ തൻ്റെ ജോലി ആരംഭിച്ചു. പക്ഷേ ആദ്യ ദിവസം തന്നെ അയാൾക്ക് തോന്നി, ഭാരം ചുമക്കാൻ ഒരു സഹായിയെ കിട്ടിയിരുന്നെങ്കിൽ. ജോൺ അതിനുള്ള വഴികൾ ആലോചിച്ചു. ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ എളുപ്പമല്ല. കാട്ടുപ്രദേശത്ത് ധാരാളം കഴുതകൾ മേയുന്നുണ്ടായിരുന്നു. അയാൾ അവയിലൊന്നിനെ ഇണക്കാൻ ശ്രമിച്ചു. ഏതാനും ദിവസം കൊണ്ട് അത് സാധിക്കുകയും ചെയ്തു. അങ്ങനെ പരുക്കേറ്റ സൈനികരെ ജോൺ കഴുതപ്പുറത്ത് ക്യാമ്പിലെത്തിച്ചു തുടങ്ങി. സൈനികർ ആ കഴുതക്ക് ഒരു പേരുമിട്ടു, സിംസൺ. വെൽ ഡൺ സിംസൺ. ജോണും സിംസണും നിർഭയം രക്ഷാപ്രവർത്തനം തുടർന്നു. പായുന്ന വെടിയുണ്ടകൾ, ചുറ്റും വീണു തകരുന്ന ഷെല്ലുകൾ ഒന്നും അവനെ ഭയപ്പെടുത്തിയില്ല. ജോൺ, ആയുധം വേണ്ട? ഓഫീസർ ചോദിച്ചു. വേണ്ട സാർ, രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും വലിയ തടസ്സമാണ് ആയുധം. ജോണിൻ്റെ വാക്കുകൾക്ക് വിശാലമായ അർത്ഥങ്ങളുണ്ടെന്ന് ഓഫീസർക്ക് തോന്നി. ദിവസങ്ങൾ കടന്നുപോയി. യുദ്ധം രൂക്ഷമാവുകയും ഒരു ദിവസം കാലിന് പരിക്കേറ്റ് യുദ്ധരംഗത്ത് കിടക്കുന്ന ഒരു സൈനികനെ രക്ഷിക്കാൻ അവർ യുദ്ധരംഗത്തേക്ക് പോയി. എന്നാൽ സൈനികനെ പുറത്ത് കിടത്തി സിംസൺ മാത്രമാണ് തിരിച്ചു വന്നത്. ജോൺ ഒപ്പമില്ലെന്ന് കണ്ടപ്പോൾ ഓഫീസർ ചോദിച്ചു, സിംസൺ, ജോൺ എവിടെ? സിംസൺ നിശബ്ദം തലകുനിച്ചു നിന്നു. സൈനികർ മരങ്ങൾക്കും പാറകെട്ടുകൾക്കും മറഞ്ഞ് അവർ പോയ വഴിയെ കുതിച്ചു. വഴിയിൽ ഒരു കുറ്റിക്കാട്ടിൽ അതാ നിശ്ചലനായ ജോൺ. യന്ത്രത്തോക്കിൽ നിന്നും വെടിയുണ്ടയേറ്റ 6 മുറിപ്പാടുകൾ, തളം കെട്ടിയ രക്തം. അങ്ങനെ ജോൺ കിർക്ക് പാട്രിക് ഓർമ്മയായി. എന്നാൽ ത്യാഗം നിറഞ്ഞ ആ സ്മരണ മങ്ങിമറയാൻ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അനുവദിച്ചില്ല. ജോണിൻ്റെയും സിംസണിൻ്റെയും ധീരത എന്നെന്നും ഓർമ്മിക്കാൻ അവർ ഒരു സ്മാരകം നിർമ്മിച്ചു. ബിമൽകുമാർ രാമങ്കരി എഴുതിയ ആർട്ടിക്കിളായിരുന്നു ഇത്. ഇനി സ്മാർട്ട് ടൂൺസാണ് വായിക്കാൻ പോകുന്നത്. നീളവും ഭാരവുമൊക്കെ അളക്കുന്ന യൂണിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം പല കൂട്ടുകാർക്കും കീറാമുട്ടിയാണ്. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു രസികൻ സൂത്രവിദ്യയാണ് ഇന്ന് ബാലരമ അവതരിപ്പിക്കുന്നത്. 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്ററാണ്. ഒരു പൂച്ചയുടെ ശരാശരി ഉയരം 25 സെൻറ്റിമീറ്ററാണ്. ഡാൽമേഷ്യൻ നായയുടേത് ഏകദേശം 63 സെൻറ്റിമീറ്ററും. അതായത് ഉയരത്തിൻ്റെ കാര്യത്തിൽ പൂച്ച സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡാൽമേഷ്യൻ ഇഞ്ചാണ്. 1 ഇഞ്ച് പോലും ഞാൻ വിട്ടുകൊടുക്കില്ല. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 2.2 പൗണ്ട്സാണ്. ആഫ്രിക്കൻ ചാരത്തത്തയുടെ ഭാരം ഏകദേശം 900 ഗ്രാം ആണ്. ഒരു മുയലിൻ്റെ ഭാരം ഏകദേശം 2 കിലോഗ്രാമും. അതായത് ഭാരത്തിൻ്റെ കാര്യത്തിൽ ചാരത്തത്ത പൗണ്ടാണെങ്കിൽ മുയൽ കിലോഗ്രാം ആണ്. പൗണ്ടൊക്കെ പണ്ട്. ഒരു മില്ലി = 1.6 കിലോമീറ്റർ ആണ്. ഒരു കൊമാഡോ ഡ്രാഗണിൻ്റെ ശരാശരി നീളം 2.5 മുതൽ 3 മീറ്റർ വരെയാണ്. നൈൽ മുതലയുടേത് ഏതാണ്ട് 4.8 മീറ്ററും. അതായത് നീളത്തിൻ്റെ കാര്യത്തിൽ കൊമാഡോ ഡ്രാഗൺ കിലോമീറ്റർ ആണെങ്കിൽ നൈൽ മുതല മൈൽ ആണ്. 1 മീറ്റർ = 3.28 ഫീറ്റ്. ഒരു എംപറർ പെൻഗ്വിൻ്റെ ശരാശരി നീളം ഉയരം 120 സെൻറ്റിമീറ്റർ ആണ്.
ഗാരിയാൽ എന്ന മുതലയുടെ ശരാശരി നീളം 400 സെൻറ്റിമീറ്ററും, അതായത് നീളത്തിൻ്റെ കാര്യത്തിൽ എംപറർ പെൻഗ്വിൻ അടി ഫൂട്ടാണെങ്കിൽ ഗാരിയാൻ മീറ്റർ ആണ്. 1 ഫൂട്ട് = 12 ഇഞ്ചസ്. ഒരു ഡോൾഫിൻ്റെ ശരാശരി നീളം 2 മീറ്റർ ആണ്. നീലത്തിമിംഗലത്തിൻ്റെ ഏതാണ്ട് 24 മീറ്ററും, അതായത് നീളത്തിൻ്റെ കാര്യത്തിൽ ഡോൾഫിൻ ഇഞ്ചാണെങ്കിൽ നീലത്തിമിംഗലം അടിയാണ്. ഫ്ലൈയിങ് ഫോറസ്റ്റ് രണ്ടാമത്തെ എപ്പിസോഡാണ്. റെയിൻബോ റിയോണിൻ്റെ ഒരു സ്റ്റോറിയാണ്, നോവലാണ്, ചിത്രകഥയാണ്. കഥ ഇതുവരെ എന്തായി നോക്കാം. കാട്ടിൽ ഹൈക്കിങ്ങിനിടെ ഒരു സംഘം ആളുകൾ മുഴുവൻ ആകാശത്തേക്കും പറന്നു പൊങ്ങി. ഇപ്പോൾ അവിടെ ഏതോ ഒരു പാട്ട് മുഴങ്ങി. ഇനി വായിക്കൂ. റിങ് റിങ്. ആൻറ്റി കോളിംഗ്. ഹലോ ആൻറ്റി. റിയോൺ. ജെറിയെ കാണാനില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. റിയോൺ വേഗം ജാസ്മിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. വൈകാതെ ക്ലിങ്. അവർ കൂട്ടുകാരെല്ലാം കൂടി ഏതോ ഒരു കാട്ടിൽ പോയതാ. ഇന്നലെ ഉച്ച മുതൽ വിളിക്കുന്നതാ. എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന്. മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്തോ? യെസ്, ബട്ട് ഇതുവരെ ഒരു വിവരവുമില്ല. എവിടെയാ ഹൈക്കിംഗ് സ്പോട്ട്? വെയിറ്റ്, ഇതിൽ നോക്ക്. അങ്ങനെ മാപ്പ് നോക്കുകയാണ് അവർ പോയ സ്ഥലങ്ങൾ. ഞാനിവിടം വരെ ഒന്ന് പോയി നോക്കാം. റിയോൺ, സൂക്ഷിക്കണേ. ഓക്കെ ആൻറ്റി. അങ്ങനെ റിയോണ് അവർ പോയ അതേ വഴിയിലൂടെ പോയി നോക്കുകയാണ്. പോയി കാട്ടിലൂടെയാണ് റിയോണിൻ്റെ സഞ്ചാരം. അവർ പോയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഈ കാട്ടിന് എന്തോ പ്രത്യേകത ഉള്ളതുപോലെ. കാട്ടിലൂടെ വീണ്ടും സഞ്ചരിക്കുകയാണ്. അങ്ങനെ എവിടെ എത്തി? മറ്റോലെ എത്തിയ സ്ഥലത്ത് തന്നെ എത്തി. ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ കണ്ടതാണ് അവരെവിടെ എത്തിയെന്ന്. അതേ സ്ഥലത്ത് തന്നെയാണ് റിയോണും എത്തിയിട്ടുള്ളത്. മനസ്സിലാവാത്തവർക്ക് കഴിഞ്ഞ ലക്കത്തിലെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നോക്കാവുന്നതാണ്. അടുത്തത് തീവണ്ടി പൂച്ച എന്നൊരു ആർട്ടിക്കിളാണ്. ജപ്പാനിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്റർ പൂച്ചയാണ്. രസകരമായ ഈ കഥ കേട്ടോളൂ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാൻ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പതുക്കെ ഇല്ലാതാകാൻ തുടങ്ങിയ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ. വഗായാമ പ്രവിശ്യയിൽ നിശബ്ദമായി പ്രവർത്തിച്ചിരുന്ന ആ സ്റ്റേഷൻ്റെ പേര് കിഷി സ്റ്റേഷൻ എന്നായിരുന്നു. അവിടെ അധികം ആരും വരാറില്ലായിരുന്നു. ട്രെയിനുകൾ വരും, വാതിലുകൾ തുറക്കും, വീണ്ടും അടയും. മിക്കപ്പോഴും 1-2 യാത്രക്കാർ മാത്രം. അടുത്തുള്ള കടകളിൽ വല്ലപ്പോഴുമേ ആളുകൾ വരൂ. ഈ റെയിൽവേ ലൈൻ എന്നേക്കുമായി അടച്ചുപൂട്ടേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് ആശങ്ക തോന്നി. കിച്ചണിൽ നിന്ന് ഡൈനിങ് ടേബിൾ വരെ ഓടുന്ന പൂച്ച. എക്സ്പ്രസ് അല്പസമയത്തിനകം 1-ാം പ്ലാറ്റ്ഫോമിൽ. ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ. അപ്പോഴാണ് അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചത്. ഒരു പൂച്ച ആ സ്റ്റേഷനിലേക്ക് വന്നു കയറി. അതോടെ ചരിത്രം എന്നേക്കുമായി മാറി. അപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. റെയിൽവേയെ രക്ഷിച്ച പൂച്ച. ട്രെയിൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതോടെ ജീവനക്കാരെ നിലനിർത്താൻ കമ്പനിക്ക് പണമില്ലാതായി. ഒടുവിൽ അവർ ആ കടുത്ത തീരുമാനമെടുത്തു. ഇനി മുതൽ സ്റ്റേഷനിൽ സ്ഥിരം ജീവനക്കാർ ഉണ്ടാവില്ല. സ്റ്റേഷനു സമീപം തമ എന്ന പേരുള്ളൊരു കാലിക്കോ പൂച്ച താമസിച്ചിരുന്നു. വെള്ള, ഓറഞ്ച്, കറുപ്പ് എന്നീ 3 നിറങ്ങളുമുള്ള പൂച്ചകളെയാണ് കാലിക്കോ പൂച്ചകളെന്ന് വിളിക്കുന്നത്. ടിക്കറ്റ് ഗേറ്റിനടുത്ത് ഇരുന്ന് ട്രെയിനുകളെയും ആളുകളെയും കൗതുകത്തോടെ നോക്കിയിരിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആദ്യം യാത്രക്കാരാണ് അവരെ ശ്രദ്ധിച്ചത്. പിന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരും താമസിയാതെ ആരോ തമാശയായി ചോദിച്ചു, നമുക്ക് ഈ പൂച്ചയെ സ്റ്റേഷൻ മാസ്റ്റർ ആക്കിയാലോ? എന്നാൽ ആ തമാശ വെറും തമാശയിൽ ഒതുങ്ങില്ല. അധികൃതർ ആ ആശയം സീരിയസായി എടുത്തു. വൈകാതെ അത് നടപ്പിലാക്കുകയും ചെയ്തു. 2007 തമയെ കിഷി സ്റ്റേഷൻ്റെ ഔദ്യോഗിക സ്റ്റേഷൻ മാസ്റ്ററായി നിയമിച്ചു. അതോടെ അവർക്കൊരു ചെറിയ സ്റ്റേഷൻ മാസ്റ്റർ തൊപ്പി കിട്ടി. തിളങ്ങുന്ന ഒരു ബഡ്ജും. ടിക്കറ്റ് വിൽക്കാനോ വിസിൽ ഊതാനോ ഒന്നും തമയ്ക്ക് പറ്റില്ലല്ലോ. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ജോലി അവർ ചെയ്തു. ആളുകൾ സന്തോഷിപ്പിക്കാൻ അവസരമൊരുക്കി. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ജപ്പാനിൽ ഒരു പൂച്ച റെയിൽവേ സ്റ്റേഷൻ നടത്തുന്നു. തമയെ കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തി തുടങ്ങി. കുട്ടികൾ തമയെ നോക്കി കൈവീശി. വിനോദസഞ്ചാരികൾ ഫോട്ടോ എടുത്തു. അതോടെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു. കടകൾ വീണ്ടും തുറന്നു. ഇതാണ് ഇദാമ.
എന്താ കുറേ സ്റ്റേഷൻ മാസ്റ്ററായി തോന്നുന്നു. നമുക്ക് കഥ ഇതാണ് ആ പൂച്ച. നമുക്ക് കഥ മുമ്പോട്ട് വായിച്ച് നോക്കാം. പൂച്ചയുടെ ചരിത്രമുള്ള പ്രത്യേക കാറ്റ് ട്രെയിനുകൾ ഓടിത്തുടങ്ങി. തമ സ്പെഷ്യൽ കളിപ്പാട്ടങ്ങളും പോസ്റ്റ് കാർഡുകളും ധാരാളം വിറ്റുപോയി. ജപ്പാനിൽ മാത്രമല്ല, തമ ലോകമെമ്പാടും പ്രശസ്തിയായി. ചുരുക്കത്തിൽ, അന്ത്യമെടുത്ത ഒരു റെയിൽവേ ലൈൻ ഒരു പൂച്ച പുനർജന്മം നൽകി. ഗുഡ് ബൈ തമ. 8 വർഷത്തെ സേവനത്തിന് ശേഷം 2015 16-ാം വയസ്സിൽ തമ വിടവാങ്ങി. ആയിരക്കണക്കിന് ആളുകളാണ് അവരുടെ വിടവാങ്ങൽ ചടങ്ങിൽ പങ്കെടുത്തത്. സ്റ്റേഷൻ നിറയെ അന്ന് പൂക്കൾ കൊണ്ട് നിറഞ്ഞു. തമക്കായി സ്റ്റേഷനുള്ളിൽ തന്നെ ഒരു സ്മാരകമുണ്ടാക്കി. ഇന്നും ആളുകൾ അവിടെ വന്ന് നന്ദിപൂർവ്വം തലകുനിച്ച് നിൽക്കാറുണ്ട്. അടുത്ത കാവൽക്കാരി. തമക്കു പകരം വയ്ക്കാൻ ആർക്കെങ്കിലും കഴിയും എന്ന കാലം തെളിയിച്ചു. തമയ്ക്ക് നിദാമ എന്നൊരു പിൻഗാമി ഉണ്ടായി. നിദാമ 2ാമത്തെ സ്റ്റേഷൻ മാസ്റ്റർ പൂച്ചയായി. അവർ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റി. യാത്രക്കാരെ അഭിവാദ്യം ചെയ്യാനും ശാന്തയായി ഇരിക്കാനും അവൾ പഠിച്ചു. 10 വർഷം സ്റ്റേഷനിൽ നയിച്ചതിന് ശേഷം അസുഖം ബാധിച്ച് 2025 അവളും വിടവാങ്ങി. ഇത് നിദാമയാണ്. നമ്മൾ താമയാണ് തെറ്റിദ്ധരിച്ചു. ഇത് നിദാമയാണ്. ഇതാണ് താമ എന്നാണ് തോന്നുന്നത്. തമ എഴുതിയിട്ടുണ്ട്, അടിയിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ യോന്താമ വരുന്നു. ടിക്കറ്റില്ലാതെ പ്ലാറ്റ്ഫോമിൽ കയറിയ നായ്ക്കളെ പുറത്താക്കൂ, എലികളെ അകത്താക്കൂ. തമാശയായ കാർട്ടൂൺസാണ്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഞാനതൊന്നും വായിക്കണില്ല. ഇക്കഴിഞ്ഞ ജനുവരി 7-ന് 9 വയസ്സുള്ള യൊന്തമ്മ എന്ന പൂച്ചയെ കിഷി സ്റ്റേഷൻ 3ാമത്തെ സ്റ്റേഷൻ മാസ്റ്ററായി നിയമിച്ചു. റെയിൽവേ ഉദ്യോഗസ്ഥരും ആരാധകരും പങ്കെടുത്ത ചടങ്ങിൽ യൊന്താമയ്ക്ക് ഔദ്യോഗിക തൊപ്പിയും മെഡലും നൽകി. യൊന്താമയുടെ അടുത്ത് പരിശീലനം നേടുന്ന റൊക്കുതമ എന്നൊരു ചെറിയ പൂച്ചയുമുണ്ട്. അവളാണ് ഭാവിയിൽ ഈ പദവിയിൽ വരാൻ പോകുന്നത്. ഇന്നും കിഷി സ്റ്റേഷനിൽ ട്രെയിനുകൾ വരുന്നു. അവിടെ എത്തുമ്പോൾ കുട്ടികൾ ജനലിലൂടെ നോക്കി ആവേശത്തോടെ വിളിക്കും, ദാ അവൾ ഇരിക്കുന്നത് കണ്ടോ. യോന്താമയാകട്ടെ അവരെല്ലാം നോക്കി ഗമയോടെ അവിടെ ഇരിക്കും. കിഷിഗാഗ ലൈനിൽ ട്രെയിനുകൾ ഓടുന്നിടത്തോളം കാലം സ്റ്റേഷൻ മാസ്റ്റർ പൂച്ചകളുടെ പാരമ്പര്യം നിലനിൽക്കും. അതെ, കിഷി റെയിൽവേ സ്റ്റേഷനിലെ പൂച്ചക്കഥ തുടരുകയാണ്. ചെറിയൊരു തമാശയിൽ നിന്ന് തുടങ്ങി ലക്ഷക്കണക്കിന് പേരെ സന്തോഷിപ്പിക്കുന്ന പുതിയൊരു തീരുമാനത്തിനും വലിയ മാറ്റത്തിനും വഴിതെളിച്ച പൂച്ചക്കഥയാണ് നമ്മൾ വായിച്ചത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. Amazing facts about animation movies. ഷ്രെക്ക് സ്റ്റൈൽ. ഷ്രെക്കിൻ്റെ സംഭാഷണങ്ങൾ ആദ്യം കനേഡിയൻ ശൈലിയിലാണ് ഡബ്ബ് ചെയ്തിരുന്നത്. എന്നാൽ ഇത് പിന്നീട് സ്കോട്ടിഷ് ശൈലിയിലാക്കി വീണ്ടും ഡബ്ബ് ചെയ്യുകയായിരുന്നു. ഷ്രെക്കിൻ്റെ ഈ മൂവി കണ്ടിട്ടുള്ളവർ കമൻ്റ് ഇടണേ. അടിപൊളി ആനിമേഷൻ മൂവിയാണ്. അവിടെ ടോയ് സ്റ്റോറിയിലത്തെ ഒരാളാണിത്, വുഡിയായി മാറി. ടോയ് സ്റ്റോറിയിലെ വുഡി ആദ്യം സ്വാർത്ഥനും അഹങ്കാരിയുമായ ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു. പക്ഷേ പിക്സാർ ഫിലിംസ് വുഡിയുടെ കഥ തിരുത്തി ഇന്നു മുതൽ കാണുന്ന രീതിയിലേക്ക് വുഡി മാറുകയും ചെയ്തു. ഇത് കണ്ടിട്ടുള്ളവരും ടോയ് സ്റ്റോറി ഫാൻസും കമൻ്റ് ഇടണേ. സൂത്രൻ, ജൂനിയർ സൂത്രനാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. മരുന്ന് കഴിക്ക് ശരു, മൂന്നെണ്ണമേ ഉള്ളൂ, അസുഖം മാറണ്ടേ. നീ എനിക്ക് വേണ്ട, ഈ മരുന്നിന് കയ്പാ, എനിക്ക് വേണ്ട. മരുന്ന് കഴിക്കുമ്പോൾ ഒപ്പം ഒരു ഇറച്ചി കഷ്ണം തിന്നാൽ കയ്പ്പ് തോന്നില്ല. ഹായ്. പക്ഷേ ആദ്യം ഇറച്ചി കഷ്ണം ഇല്ലാതെ എത്ര മരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെയാണ് നല്ല കുട്ടികൾ. ഞാനിപ്പോൾ വരാം. ഇറച്ചി കഷ്ണമില്ലാതെ എത്ര എണ്ണം കഴിക്കാൻ പറ്റുമെന്ന് നോക്ക്. അമ്മേ, ഇറച്ചി കഷ്ണമില്ലാതെ 3 കഴിക്കാൻ പറ്റി. മെടുക്കൻ. എനിക്കും കഴിക്കാൻ പറ്റി. നീയോ? നീ എന്ത് കഴിച്ചു? മരുന്നില്ലാതെ ഇറച്ചി കഷ്ണം കഴിച്ചു. സൂത്രനാ ഗ്യാപ്പിൽ ഇറച്ചി കഷ്ണം കഴിച്ച്. അടുത്തത് ഇല്ലാത്ത ജീവികൾ. കഥകളിലോ പുരാണങ്ങളിലോ മാത്രമുള്ള ജീവികളുടെ രസകരമായ വിശേഷങ്ങൾ ഇലക്കത്തിൽ സാൻവേർഡ്. ഫ്രാങ്ക് ഇവിടെ നാം തുടങ്ങും. അരാക്കിസ് ഗ്രഹത്തിലെ ചുട്ടുപൊള്ളുന്ന മണലിൽ ജീവിക്കുന്ന ശക്തരായ മണൽപ്പുഴുക്കളാണ് സാൻഡ് വേമുകൾ. വമ്പൻ അമ്പരച്ചുംബി കെട്ടിടങ്ങളെക്കാൾ വലുപ്പം നിറക്കുന്ന കൂട്ടർ. നിറയെ പല്ലുകൾ, നിരന്ന വിടർന്ന വൃത്താകൃതിയിലുള്ള വലിയ വായ. മണലിനൊപ്പം മനുഷ്യരും വാഹനങ്ങളുമൊക്കെ അതിലേക്ക് വലിച്ചെടുക്കപ്പെടാം. ഫ്രാങ്ക് ഹെർബർട്ടിൻ്റെ ഡ്യൂൺ നോവലിലൂടെയാണ് സാൻഡ് വേമുകളുടെ വരവ്. അരാക്കിസ് ഗ്രഹത്തിലെ ഹിമൻ ഗോത്രക്കാർ ഈ ഭീമൻ പുഴുക്കളെ ഭയത്തോടെയും ആരാധനയോടെയുമാണ് കാണുന്നത്. ഡ്യൂണ് മൂവി കണ്ടവർക്ക് മനസ്സിലാവുന്നതാണ്
ഇത് എത്രത്തോളം അപകടകാരിയായ ജീവിയാണെന്ന്. അങ്ങനെ ഉള്ളിലോട്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ജീവിയാണിത്. സാൻഡ് വേമുകൾക്ക് വെള്ളം അലർജിയാണ്. ചെറിയ അളവ് പോലും അവയെ അപകടത്തിലാക്കും. ബഹിരാകാശ യാത്രയ്ക്ക് സഹായിക്കുകയും ആയുസ്സ് കൂട്ടുകയും ചെയ്യുന്ന സ്പൈസ് അഥവാ മെലാഞ്ച് എന്ന അമൂല്യ വസ്തു രൂപപ്പെടുന്നത് സാൻഡ് വേം ലാർവകൾ പുറന്തള്ളുന്ന അവശിഷ്ടങ്ങളിൽ നിന്നാണത്രേ. സൈഫൺ, സൈലന്റ് ഫൺ. ചിത്രം നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഥകളാണ്. ഒരു നീലക്കിളി ഒരു വെള്ളപ്പൂവിൻ്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ ഒരു ഇതള് പറിച്ചിടുന്നു. ഓരോ ഇതളുകളായി ആ കിളി പറിച്ചിടുകയാണ്. അങ്ങനെ പറിച്ചിട്ട് ആ കിളി പോയി. പിന്നെ ഒരു മുയൽ വന്ന് നോക്കിയപ്പോൾ ആകെ 2 ഇതളേ ബാക്കിയുള്ളൂ. കാണാനാണെങ്കിൽ ആ മുയലിൻ്റെ തല പോലെ ഉണ്ട്. ഓക്കെ, ചെറിയൊരു സൈഫൺ. ചിത്രം നോക്കി മനസ്സിലാക്കാൻ പറ്റിയ ചെറിയ കുട്ടികൾക്കുള്ളതാണ്. പ്രവചനം ഫലിച്ചു. ഗ്രീക്ക് പുരാണ കഥകൾ ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇനോമാവസ് എന്ന രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ഹിപ്പോഡൈമിയ എന്നാണ് ആ രാജകുമാരിയുടെ പേര്. ഹിപ്പോഡൈമിയയുടെ വിവാഹം നടത്താറായി. മകളുടെ ഭർത്താവ് എന്നെ വധിക്കുമെന്നൊരു പ്രവചനമുണ്ട്. അപ്പോൾ കുമാരിയുടെ വിവാഹം ഒരിക്കലും നടക്കരുത്. രാജകുമാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ രാജാവിനെ തേരോട്ടത്തിൽ തോൽപ്പിക്കണം. മത്സരത്തിൽ തോൽക്കുന്നവർക്ക് വധശിക്ഷ ലഭിക്കും. രാജകുമാരി സ്വന്തമാക്കാനായി പലരും മത്സരത്തിനെത്തി. പക്ഷെ ആർക്കും ഇനോമാവസിനെ തോൽപ്പിക്കാനായില്ല. എത്ര പേരുടെ ജീവനാണ് പോയത്? ഇങ്ങനെ പോയാൽ കുമാരിയുടെ വിവാഹം നടക്കുമോ? ട്വാലൻ രാജാവിൻ്റെ മകനായ ഫെലോപ്സും ഹിപ്പോഡൈമിയയെ വിവാഹം കഴിക്കാനെത്തി. സമുദ്രദേവനായ പൊസിഡോൺ നൽകിയ വേഗമേറിയ കുതിരകളാണ് ഫെലോപ്സിൻ്റെ രഥം വലിച്ചത്. വൈകാതെ മത്സരം തുടങ്ങി. ആ രഥത്തിൻ്റെ ചക്രത്തിലെ ആണി പോയോ? ഇനോമസിൻ്റെ രഥചക്രത്തിലെ ആണികൾ മാറ്റി പകരം മെഴുകുകോലുകൾ വെക്കാൻ ഫെലോപ്സ് ചട്ടം കെട്ടിയിരുന്നു. ആണികൾ പോയതോടെ രഥം തകർന്ന് ഇനോമസ് മരിച്ചു. വൈകാതെ ഫെലോപ്സും ഹിപ്പോഡൈമിയയും തമ്മിൽ വിവാഹം നടന്നു. മകളെ വിവാഹം കഴിക്കുന്നയാൾ മൂലം ഇനോമസ് കൊല്ലപ്പെടുമെന്ന പ്രവചനം അങ്ങനെ ഫലിച്ചു. ഇംഗ്ലീഷ് ചാനലാണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ പറ്റി രസകരമായ കാര്യങ്ങളാണ്. വാഹനത്തിൽ നിന്ന് ഇറങ്ങേണ്ടതെങ്ങനെ എന്നാണ് ഈ എപ്പിസോഡിൻ്റെ പേര്. വാഹനത്തിൽ നിന്ന് ഇറങ്ങുക എന്ന അർത്ഥത്തിൽ ഇന്ത്യക്കാർ പൊതുവെ ഉപയോഗിക്കുന്ന വാക്കാണ് ഗെറ്റ് ഡൗൺ. എന്നാൽ ഇങ്ങനെ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവണമെന്നില്ല. ബസ്, തീവണ്ടി, ട്രാം, സൈക്കിൾ, ബൈക്ക്, സ്കൂട്ടർ എന്നിവയിൽ നിന്ന് ഇറങ്ങുന്നതിന് ബ്രിട്ടീഷുകാർ ഗെറ്റ് ഓഫ് എന്നാണ് പറയുക. കാറ്, ജീപ്പ് എന്നിവയിൽ നിന്ന് ഇറങ്ങുന്നതിന് ഗെറ്റ് ഔട്ട് ഓഫ് എന്നും. അപ്പോൾ വാഹനത്തിൽ കയറുന്നതിനോ ബ്രിട്ടീഷുകാർ കാറ്, ജീപ്പ് എന്നിവയിൽ കയറുന്നതിന് ഗെറ്റ് ഇൻ അല്ലെങ്കിൽ ഗെറ്റ് ഇൻ ടു എന്നാണ് പറയുക. ബസ്, തീവണ്ടി, ട്രം, സൈക്കിൾ, ബൈക്ക്, സ്കൂട്ടർ എന്നിവയിൽ കയറുന്നതിന് ഗെറ്റ് ഓൺ അല്ലെങ്കിൽ ഗെറ്റ് ഇൻ ടു എന്നും. ഓക്കെ, അതങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഗെറ്റ് ഇൻ, ഗെറ്റ് ഔട്ട് അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ഓക്കെ, ഭൂതവൈദ്യത്തിൻ്റെ രസകരമായ ഒരു കഥയാണ്, ചിത്രകഥയാണ് നമ്മൾ വായിക്കുന്നത്. പല്ലിനോ മറ്റോ ഇപ്പോൾ വേദനയുണ്ടോ? എന്താ ഒന്നും പറയാത്തത്? എനിക്കിങ്ങനെ അബദ്ധം പറ്റാറില്ല, പക്ഷേ ഇന്നെന്തോ പറ്റിപ്പോയി. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറഞ്ഞോളൂ. എന്താ ഒന്നും മിണ്ടാത്തത്? പരാതി ഒന്നുമില്ലെന്ന് കരുതിക്കോട്ടെ. കുടലിൽ പല്ല് വലിച്ചപ്പോൾ അറിയാതെ നാക്കും കുടുങ്ങി പുറത്തു വന്നു പോയതാ. സൂത്രൻ, നീ അത്രയ്ക്ക് അഹങ്കാരം പാടില്ല. നീ അതാരാ കരയുന്നത്? പറഞ്ഞാൽ വിശ്വസിക്കണ്ടേ? ഇത് നമ്മുടെ കരിഞ്ഞുണ്ണിയല്ലേ? ആരാ കരിഞ്ഞുണ്ണി പറഞ്ഞിട്ട് വിശ്വസിക്കാത്തത്? അത് ചോദിക്കാൻ നിങ്ങളാരാ? സൂത്ര, നമ്മളെ മനസ്സിലായിട്ടില്ല. നമ്മളാരെന്ന് ചോദിക്കുന്നു. കരച്ചിൽ കേട്ടിട്ട് ചോദിച്ചതാ കരഞ്ഞുണ്ണി. നീ എന്തു ചെയ്യാം? എൻ്റെ സ്വഭാവം ഇങ്ങനെയാ, എപ്പോഴും കരച്ചില്ല. വിഷമിക്കണ്ട, എപ്പോഴും കരച്ചില്ലല്ലേ, ചിലപ്പോൾ ദേഷ്യമാ. ഇങ്ങനെ കളിയാക്കിയാൽ ദേഷ്യം വരാതിരിക്കുമോ? അതൊക്കെ പോട്ടെ കരിഞ്ഞുണ്ണി, കാര്യം പറ. എന്നെപ്പറ്റി പലരും പലതും പറയുന്നു, അതാ സങ്കടം. ഞാൻ അൺലക്കിയാണത്രേ. 5-6 പേരുണ്ട്, അവർ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തും. ഞാൻ കുറുകെ ചാടിയാൽ നിർഭാഗ്യം വരുമെന്ന് പറഞ്ഞു. കുറുകെ ചാടിയാലോ? കുറുക്കനല്ല, കുറുകെ.
ഇല്ലെന്ന് തെളിയിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടും ആരും സമ്മതിക്കുന്നില്ല. കറുത്ത പോച്ച കുറുകെ ചാടിയാൽ നിർഭാഗ്യം വരുന്നു എന്നൊക്കെ പറയുന്നത് അന്ധവിശ്വാസമാണ്. അപ്പം എന്നും പറഞ്ഞാലെങ്ങനെയാ അവർ വിശ്വസിക്കണ്ടേ? 5-6 പേർ. ഞാൻ ചാടിയിട്ട് കുഴപ്പമില്ലെന്ന് കാണിച്ചാൽ മാത്രം മതി. അതിനൊരു ചാൻസ് കിട്ടണ്ടേ? ചാൻസ് ഞാൻ തരും. നീ കുറുകെ ചാടിക്കോ, ഒരു കുഴപ്പം വരില്ല. എന്നിട്ട് അവരോട് പോയി പറ, ശരി ഞാൻ ചാടാം. അയ്യോ കല്ല്. ആ അന്ധവിശ്വാസം തന്നെയാ. കല്ല് അബദ്ധത്തിൽ വീണതാ. എന്തായാലും നീ പറഞ്ഞ 5-6 പേർ ഇക്കാര്യം അറിയണ്ട. ഏയ്, അവർ അറിയില്ല, ഇതുവഴി വരികയുമില്ല. കാരണം അവർ തലയിൽ കല്ല് വീണ് കിടപ്പില്ല. ഇനി ബാലരമ 2025 ക്വിസസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്രാവശ്യത്തെ ക്വിസിൻ്റെ ടോപ്പിക്ക് ബാലസാഹിത്യമാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിത് വായിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇടാവുന്നതാണ്. 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. LSS USS മത്സര പരീക്ഷകൾക്ക് വളരെ ഹെൽപ്ഫുള്ളായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ വായിക്കണില്ല, പ്ലസ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇപ്പോൾ സൂമിങ് ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി, സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഓരോ സയൻറ്റിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ടോട്ടൽ 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ ഉത്തരങ്ങൾ ഇതാ ഇവിടെ ഉണ്ട്. നമ്മൾ MT വാസുദേവൻ നായരാണ്. അപ്പോൾ നമുക്ക് അടുത്ത കഥയിലോട്ട് പോകാം. അക്കുയിക്കു. ഹായ്, നല്ല മാമ്പഴം. ആ കരടിയമ്മാവൻ്റെ മാവാ. മാമ്പഴം വലിച്ചെറിക്കാൻ ആ ദുഷ്ടൻ സമ്മതിക്കില്ല. എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാം, വാ. ചേട്ടാ, ഒരു മാമ്പഴം പറിക്കട്ടെ? പറ്റില്ല, 2 മതി. പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? ചേട്ടന് മാമ്പഴം ഇഷ്ടമല്ലല്ലോ, പിന്നെന്താ? ശരിയാ, എനിക്ക് മാമ്പഴം ഇഷ്ടമല്ല. പക്ഷേ മാമ്പഴം ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാനും എനിക്കിഷ്ടമല്ല. ചേട്ടാ, ആ കേടായ മാമ്പഴം അവർ പറിച്ചോട്ടെ. ശരി, കേടായ മാമ്പഴം പൊട്ടിച്ചോട്ടെ, കുഴപ്പമില്ല. ഹിഹി. തോട്ടിക്കൊണ്ട് കേടായ മാമ്പഴം പറിക്കുമ്പോൾ വേറെ മാമ്പഴം വീണാൽ അതും എടുത്തോട്ടെ. അതിൽ കൂടെ ഏത് മാമ്പഴം വീഴാനാ? ഹിഹി. ശരി, എങ്കിൽ കുറച്ച് തയ്യാറെടുപ്പ് നടത്താനുണ്ട്. എന്തിനാ? കേടായ മാമ്പഴം തിന്നാനാണോ? ഹിഹി. കുറച്ച് വള്ളി കൊണ്ടുവരാം. റെഡി. ഇനി പിള്ളേർ കേടായ മാമ്പഴം മാത്രം വീഴ്ത്തിക്കോ. ടപ്പ്. മാങ്ങ കല്ലിൽ വന്നിടിച്ചു. ടക്ക്. ഡും. കല്ല് വലിയ കല്ല് കുഴിയിലേക്ക്. അതോടെ വള്ളി വലിഞ്ഞു, മാവ് കുലുങ്ങി, എല്ലാ മാമ്പഴവും വീണു. ഒപ്പം വീണ മാമ്പഴം മാത്രമേ എടുക്കുന്നുള്ളൂ. ഹിഹി. ഇനി ഒരു ക്വിസല്ല, ഒരു പാറ്റേൺ ആണ്. ഒരു കാസറോളും ഒരു സോസറും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ സോസർ പ്ലസ് പാന് പ്ലസ് ജഗ്, ഇത് മൂന്നിൻ്റെയും കൂടി സമ്മിന് തുല്യമാണ്. അങ്ങനെ ഓരോ ഇതിലും ഉണ്ട്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മ് 9 ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും വില എത്രയെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഉത്തരം കമൻറ്റ് വഴി അറിയിക്കുക. എന്തായാലും ഉത്തരം പേജ് 75-ലുണ്ട്. നമ്മൾ അതുവരെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ കമൻറ്റ് വഴി അറിയിക്കുക. അടുത്തത് സങ്കേതം. ഇതിൻ്റെ ചോദ്യം ഇതാണ്. മുകളിൽ കൊടുത്ത കണക്കുകൾ നോക്കൂ, എന്നിട്ട് 2 പാത്രങ്ങളുടെ എന്തെല്ലാം സംഖ്യയ്ക്ക് പകരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തും. ഓക്കെ. ഇനി ഹായ് കിറ്റി. ടിൻറ്റുവിനെ പൂച്ചയുടെ അടുത്ത് എത്തിക്കാൻ സഹായിക്കുമോ? നമുക്ക് വഴി കാണിച്ച് നോക്കാം. വഴി ഇപ്പോൾ ഇതിലൂടെയാണ് സ്റ്റാർട്ടിങ്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ബാക്കി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പൂരിപ്പിക്കുക. ഓക്കെ.
ടിൻറ്റുവിനെ കിറ്റീൻ്റെ അടുത്ത് എത്തിച്ചാൽ മതി. ഓക്കെ, അടുത്ത കഥയിലോട്ട് പോകാം. അവരുടെ പേര് അമ്മൂമ്മയും പിയർ മരവും. ഇതാണ് അമ്മൂമ്മ, ഈ സൈഡിലുള്ളതാണ് പിയർ മരം എന്ന് തോന്നുന്നു. നമുക്ക് അതായിട്ട് മാഗി അമ്മൂമ്മയുടെ വീട്ടുമുറ്റത്ത് ഒരു വലിയ പിയർ മരം ഉണ്ടായിരുന്നു. അതിൽ പഴങ്ങൾ ഉണ്ടായാലുടൻ നാട്ടുകാരും കുട്ടികളും വന്ന് അത് മുഴുവൻ പറിച്ചെടുത്ത് കൊണ്ടുപോകും. അമ്മൂമ്മയ്ക്ക് ഒന്നും പോലും കിട്ടാറില്ല. അമ്മൂമ്മയ്ക്കാണെങ്കിൽ പ്രായമായി, പഴയതുപോലെ ജോലിയെടുക്കാനൊന്നും വയ്യ. അമ്മൂമ്മ ആലോചിക്കും, ഹോ, മുറ്റത്ത് ഇത്ര പഴങ്ങളുണ്ടായിട്ടും ഞാൻ പട്ടിണിയാണല്ലോ. ഒരു ദിവസം അവശനായ ഒരു യാത്രക്കാരൻ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. അയാൾ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു, കുറച്ച് വെള്ളം തരണേ. അമ്മൂമ്മ അയാൾക്ക് വെള്ളം കൊടുത്തു. ദാഹം മാറിയപ്പോൾ അയാൾ അവിടെ ഇരുന്ന് വിശ്രമിച്ചു. പോകും മുമ്പ് അയാൾ അമ്മൂമ്മയോട് പറഞ്ഞു, ഇതിനു പകരമായി എന്തെങ്കിലും ഒരാഗ്രഹം പറഞ്ഞോളൂ, സാധിച്ചു തരാം. അത് കേട്ട അമ്മൂമ്മ പറഞ്ഞു, ഈ പിയർ മരത്തിൽ ആരു കയറിയാലും അവർക്ക് എൻ്റെ അനുവാദമില്ലാതെ ഇറങ്ങാനാവരുത്. അതാണ് എൻ്റെ ആഗ്രഹം. ശരി, അങ്ങനെയാവട്ടെ. അത് പറഞ്ഞ് യാത്രക്കാരൻ പോയി. മാസങ്ങൾക്ക് ശേഷം മരത്തിൽ നിറയെ പഴങ്ങളുണ്ടായി. അടുത്തുള്ള കുട്ടികൾ ഓടി വന്ന് മരത്തിൽ കയറി പഴങ്ങൾ പറിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നോക്കിയപ്പോഴല്ലേ ആർക്കും മരത്തിൽ നിന്ന് ഇറങ്ങാനാവുന്നില്ല. അയ്യോ രക്ഷിക്കണേ, കുട്ടികൾ നിലവിളിച്ചു. കരച്ചിൽ കേട്ടുകൊണ്ടുവന്ന അമ്മൂമ്മ കുട്ടികളോട് പറഞ്ഞു, ഇനി പഴങ്ങൾ മോഷ്ടിക്കില്ലെന്ന് വാക്കു തന്നാൽ താഴെ ഇറക്കാം. കുട്ടികൾ സമ്മതിച്ചു. അമ്മ കുട്ടികളെ താഴെ ഇറക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും മരത്തിൽ മുകളിൽ നിന്ന് കരച്ചിൽ. ഇത്തവണ പഴങ്ങൾ മോഷ്ടിക്കാനെത്തിയത് നാട്ടുകാരായിരുന്നു. അവരും അമ്മൂമ്മക്ക് ഉറപ്പ് കൊടുത്തു, ഇനി മേലാൽ പഴങ്ങൾ മോഷ്ടിക്കില്ല. ഔ, ഇനി ആരുടെയും പേടിക്കണ്ടല്ലോ, അമ്മൂമ്മ സമാധാനിച്ചു. അയ്യോ രക്ഷിക്കണം, വീണ്ടും മരത്തിൽ നിന്ന് ശബ്ദം. അമ്മ നോക്കി, കൈ നിറയെ പിയർ പഴങ്ങളുമായി ഒരു കുട്ടി ഭൂതമാണ് കരയുന്നത്. എന്നെ രക്ഷിക്കണേ, ഞാൻ ആ അമ്മൂമ്മയോട് സഹായിക്കാം. കുട്ടിഭൂതം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മൂമ്മ കുട്ടിഭൂതത്തെ താഴെ ഇറക്കി. അന്നു മുതൽ കുട്ടിഭൂതം അമ്മൂമ്മയെ സഹായിച്ചുകൊണ്ട് കൂടെ താമസിച്ചു. ആവശ്യമുള്ളപ്പോഴൊക്കെ പിയർ പഴങ്ങൾ തിന്ന് അമ്മൂമ്മ സന്തോഷത്തോടെ കഴിഞ്ഞു. ഇതാണ് ആ ഭൂതം, കുട്ടിഭൂതം. ഓക്കെ, ഇനി മായാവി. പുതിയ മാന്ത്രിക സാധനം വല്ലതുമുണ്ടോ ചേട്ടാ? പുതിയതെന്ന് പറഞ്ഞാൽ കാൽവീൽ സ്പ്രേ ഉണ്ട്, വേണോ? അതെന്ത് സ്പ്രേ? കാൽവീൽ സ്പ്രേ അടിച്ച് ഏതെങ്കിലും ചക്രത്തിൽ തൊട്ടാൽ മതി. 2 കാലിലും ആ വീൽ കിട്ടും. എന്നിട്ടും ഈ ഉരുണ്ടുരുണ്ട് പോകാം. അയ്യോ, അത് കുഴപ്പമല്ലേ? മാക്സിമം 2 മിനിറ്റേ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ വീൽ പോകും. ഒന്ന് പരിശോധിച്ച് നോക്കുന്നോ? വേണോ? പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നോ പ്രോബ്ലം, പറ്റിയ വീൽ ഞാൻ കാണിക്കാം. എന്നാൽ പിന്നെ സ്പ്രേ അടിച്ചോ. അടിച്ചു. ഇനിയൊരു വീൽ തൊട്ടോ. എൻ്റെ അമ്മേ, ദേ ആയി, ദേ പോകുന്നു. ഹിഹി, അത് കൊള്ളാം കേട്ടോ. സ്പ്രേ താപ്പൂപ്പന് കൊടുക്കാം, 250 രൂപ. ഹിഹി. എടാ, നീ ചക്രച്ചെരുപ്പ് വാങ്ങിയോ? ഹിഹി, ചക്രച്ചെരുപ്പല്ല, ചക്രക്കാൽ. സ്പ്രേ അടിച്ചാൽ കാലിൽ വീൽ കിട്ടും, വേണോ? പോയല്ലോ, 2 മിനിറ്റേ കിട്ടൂ. അമ്മൂമ്മക്ക് വേണോ കാലിലെ വീൽ? വേണം, പക്ഷേ ഈ വണ്ടിയും കുപ്പിയും താഴെ വെക്കട്ടെ. ഞാൻ വീണാലേ കുപ്പി പൊട്ടരുത്, അതാ. പണ്ടത്തെ പോലെയല്ല, അമ്മൂമ്മക്ക് ബുദ്ധി വെച്ചു. ദേ സ്പ്രേ അടിച്ചു. അയ്യോ, ഇപ്പോഴത് തൊടാൻ ഒരു ചക്രം വേണ്ടേ? ചേടാ, അതിന് നീ എന്തു ചെയ്യും? അയ്യോ, തൊടല്ലേ, റോഡ് റോളറാ. ചതിച്ചോ, ദേ പോകുന്നു. അമ്മൂമ്മയെ കുപ്പി പൊട്ടി, മതിലിപ്പോൾ പൊട്ടും. അയ്യോ, ചിൽ. ബോർ ഐലാൻഡ് 8ാമത്തെ എപ്പിസോഡാണ്. ഡിക്റ്റേറ്റീവ് ചിത്രകഥയാണ്. ഇതുവരെ എന്താ ഉണ്ടായതെന്ന് കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്കാണ് വായിക്കാവുന്നതാണ്. ഈ ഒരു അപൂർവ ഔഷധ സസ്യം തേടി പസഫിക് സമുദ്രത്തിൽ ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ പര്യവേഷണം നടത്തവേ ഡോക്ടർ റിച്ചാർഡിനെയും അസിസ്റ്റന്റ് മീനാക്ഷി ചൗധരിയെയും അസാധാരണ വലുപ്പമുള്ള ഒരു കൂട്ടം കാട്ടുപന്നികൾ ആക്രമിച്ചു. മീനാക്ഷി കൊല്ലപ്പെട്ടു. ഇതേപ്പറ്റി അന്വേഷിക്കാൻ രൺവീർ ദ്വീപിലെത്തി. അവിടെ അയാൾ കാട്ടുപന്നികളെ കണ്ടു. അവയെ പിന്തുടർന്ന് കാടിനടുത്തുള്ള ബംഗ്ലാവിലെത്തി. ഈ രൺവീറിൻ്റെ പിൻകഴുത്തിൽ ഒരു തോക്കിൻ്റെ മുന സ്പർശിച്ചു. ഇനി വായിക്കൂ. അനങ്ങരുത്, ചുട്ടുകളയും. തൽക്കാലം കീഴടങ്ങാം. നടക്ക്. ഇയാൾ പറയുന്നത് അനുസരിക്കുന്നതാണ് ബുദ്ധി. ഇവിടെ വന്നവരാരും ജീവനോടെ തിരികെ പോയിട്ടില്ല. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. അവർ ഒരു ഹാളിലെത്തി. നമ്മുടെ അതിഥിയെ വേണ്ടവിധം സൽക്കരിച്ചേക്കണം. ശരി. ടക്ക്. രൺവീറിനെ കുറച്ചേർന്ന് പിടിച്ചു കെട്ടി. ഈ കടൽ ഭാഗത്ത് സ്രാവുകൾ ധാരാളമുണ്ട്. മനുഷ്യരെ തിന്നാ അവയുടെ ശീലം. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വൈകാതെ സ്രാവുകളുടെ ആഹാരമാകാം. ആഹാ. നിനക്കുള്ള ശിക്ഷ വിധിക്കാനുള്ള ആൾ ഇപ്പോൾ വരും. വരട്ടെ. വൈകാതെ ഹാളിൽ വാതിൽ തുറക്കപ്പെട്ടു. എത്തിക്കഴിഞ്ഞിരിക്കുന്നു.
ഈ ദ്വീപിലേക്ക് വരാനുള്ള ധൈര്യം കിട്ടിയതിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. പക്ഷേ അതിന് നൽകേണ്ട വില വളരെ വലുതാണ്. നിങ്ങൾ ആരാണ്? എന്താണ് ഈ ദ്വീപിൽ ചെയ്യുന്നത്? സ്രാവുകളുടെ വയറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നീ അതറിയണം. ഏത് ജീവിയെയും അപകടകാരിയായ ഒരു ആയുധമാക്കി മാറ്റുന്ന ജനറ്റിക് പ്രൊജക്റ്റ് തുടരും. ഞാൻ പറഞ്ഞിരുന്നു ബാലരമയ്ക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാവുന്നതാണ്. ബാലരമ കത്തുകളൊക്കെ ബാലരമയിൽ ഓരോ ആഴ്ച പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇന്ന് ആരുടെ കത്താണ് നോക്കാം. മനു തിലക്, മാനന്തവാടിയിൽ നിന്നുള്ള മനു തിലകിൻ്റെ കത്താണ് നമുക്ക് വായിച്ചേക്കാം. ബാലരമേ, എൻ്റെ ഫോട്ടോയും സെൽഫി കോൺടെസ്റ്റിൽ വന്നു. സമ്മാനം പോസ്റ്റ് വഴി കിട്ടി. ഞാൻ ഫോട്ടോയും സമ്മാനവും സ്കൂൾ ടീച്ചർമാരെയും ഫ്രണ്ട്സിനെയും എല്ലാം കാണിച്ചു. താങ്ക് യു ബാലരമേ. അടുത്ത കത്ത് ആരാ നോക്കാം. ഇനിയും വേണം. ആരെഴുതിയെന്ന് അതിലില്ല, വായിക്കാം. എനിക്ക് ബാലരമ ഒത്തിരി ഇഷ്ടമാണ്. ബാലരമയിലെ ആക്ടിവിറ്റികളും പദപ്രശ്നവുമാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ മായാവിയെയും അക്കു ഇക്കുവയും സൂത്രനും ഇഷ്ടമാണ്. ഞാൻ വായിച്ചു കഴിഞ്ഞാണ് അനിയന് വായിക്കാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് കളറിങ് മാത്രം അവന് ചെയ്യാൻ കൊടുക്കും. ഇനിയും കുറേ ആക്ടിവിറ്റികളും മത്സരങ്ങളും ഉൾപ്പെടുത്തണേ. ആൻറ്റി മറിയം, തണ്ണീത്തോട്. ആൻസി മറിയം എഴുതിയ കത്താണ്. അപ്പോൾ ഈ ആൻസി മറിയം മനത്തിലൊക്കെ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് വഴി അറിയിക്കുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് കത്തുകൾ അയക്കണമെങ്കിലുള്ള വാട്സപ്പ് നമ്പർ ഇവിടെ ഉണ്ട്, മെയിൽ ഐ ഡിയും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അതുവഴി അയക്കാവുന്നതാണ്. ഓക്കെ. നേരത്തെ ഉത്തരങ്ങൾ ഇവിടെ ഉണ്ട്. സംഖ്യ ഏത്, ഇതിൻ്റെ നമ്പർ എത്രയായിരുന്നു, ഇതിൻ്റെ നമ്പർ എത്ര എന്നുള്ളത് 1-ൻ്റെ 6-ഉം 1-ൻ്റെ 3-ഉമാണ്. പിന്നെ കളർ സർക്കിൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. കഴിഞ്ഞ ലക്കത്തിലും കളർ സർക്കിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കളർ സർക്കിളിൻ്റെ ഉത്തരം. ബാലരമ തപാലിൽ കിട്ടാൻ ഈ മതിൽ സ്കാൻ ചെയ്ത് നോക്കൂ. ഈ മതിലിൽ ഈ QR കോഡ് ഉണ്ട്. ഇത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ബാലരമ തപാൽ വഴി ലഭിക്കുന്നതാണ്. ഓക്കെ. ആ തലകളുടെ രഹസ്യം, ചുരുളഴിയാത്ത രഹസ്യങ്ങൾ എന്ന ആർട്ടിക്കിളാണ് നമ്മൾ വായിക്കുന്നത്. 1971 ഒരു ദിവസം വീട്ടുമുറ്റത്തെ തോട്ടത്തിൽ കളിക്കുകയായിരുന്നു 2 കുട്ടികൾ. മണ്ണിൽ നിന്ന് തലയുടെ രൂപത്തിലുള്ള 2 ചെറിയ പ്രതിമകൾ കിട്ടി. ഇംഗ്ലണ്ടിലെ ഹെക്സാം എന്ന സ്ഥലത്തായിരുന്നു ഇവരുടെ വീട്. ഹെഡിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ആ പ്രതിമ തലകൾ ഹെക്സാം ഹെഡ് എന്നറിയപ്പെട്ടു. 6 സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള ഈ പ്രതിമകൾ കുട്ടികൾ വീടിനുള്ളിൽ സൂക്ഷിച്ചു. അതോടെ ആകെ പ്രശ്നമായി. ആരും കാണാത്തപ്പോൾ പ്രതിമകൾ തനിയെ നീങ്ങുന്നു. പകുതി മനുഷ്യൻ്റെയും പകുതി ആടിൻ്റെയും രൂപത്തിലുള്ള ഭീകരജീവിയെ കാണുന്നു. അത്തരം പല വിചിത്ര സംഭവങ്ങളുണ്ടായി. വീട്ടുകാർ പ്രതിമകൾ വിദഗ്ധർക്കു കൈമാറി. അവർക്കുമുണ്ടായി അത്തരം അനുഭവങ്ങൾ. ചിലരാകട്ടെ പകുതി മനുഷ്യൻ്റെയും പകുതി ചെന്നായിയുടെയും രൂപമുള്ള സത്വത്തെയാണ് കണ്ടത്. കെൽട്ടിക് പ്രതിമകളാണ് ഇതെന്നും ഇത് കൃത്യമായി നിർമ്മിച്ചതാണ് എന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. പ്രതിമ നിർമ്മിച്ചുവെന്ന് അവകാശപ്പെട്ട് ചിലർ വന്നെങ്കിലും അതൊന്നും തെളിയിക്കാനായില്ല. ഇതൊക്കെയാണ് ആ പ്രതിമകൾ. 1978 ഫ്രാങ്ക് ഹെഡ് എന്നയാളുടെ കയ്യിലാണ് പ്രതിമകൾ അവസാനമായി എത്തിയത്. ഫ്രാങ്കിനൊപ്പം പ്രതിമകളെയും കാണാതായതോടെ അവയുടെ രഹസ്യം ഇന്നും ചുരുളഴിയാതെ തുടരുന്നു. വിചിത്ര വാർത്ത. AI-യും തവളയും. US-ലെ യൂട്ടായിലുള്ള പോലീസ് AI പ്രോഗ്രാമുകളാണ് ഡ്രാഫ്റ്റ് 1-ഉം കോഡ് 4-ഉം. എന്താണ് ഇവരുടെ ജോലിയെന്നോ? CCTV ക്യാമറ ഫ്യൂട്ടേജ് നോക്കി റിപ്പോർട്ട് എടുക്കുക. സിമ്പിൾ. ഡിസംബറിൽ ഇവർ ജോലി തുടങ്ങി. ജനുവരിയിൽ ഡ്രാഫ്റ്റ് 1-ൻ്റെ വക ഒരു വിചിത്ര റിപ്പോർട്ട് കിട്ടി. ഒരു പോലീസ് ഓഫീസർ തവളയായി മാറിയിരിക്കുന്നു. റിപ്പോർട്ടർ വിശദമായി പരിശോധിച്ചപ്പോഴല്ലേ തവള പ്രശ്നം പോലീസിന് പിടികിട്ടിയത്. ജോലിക്കിടയിൽ കേട്ട ഒരു സിനിമാ കഥ കൂടി AI റിപ്പോർട്ടിൽ കലർത്തിയതാണ്. അതാണ് വാർത്ത പോകാനുള്ള കാരണം. സിനിമ എന്താണെന്നോ? പ്രിൻസ് ആൻഡ് ദി ഫ്രോഗ്. ബാക്ക്വാർഡ്സ് ഗായ്സ്. ഗബ്രിയൽ സാവിയോ എന്ന കൊച്ചുമിടുക്കൻ വരച്ച ഒരു ചിത്രകഥ ജനുവരി 10 ലക്കത്തിൽ വായിച്ചില്ലേ? ഇതാ സാവിയോ വരച്ച മറ്റൊരു ചിത്രകഥ. അപ്പോൾ ജനുവരി 10 ലക്കത്തിലെ ബാലരമ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യാവുന്നതാണ്. സാവിയോ വരച്ചതാണിത്. ഓക്കെ. ഹായ്. വാട്ട് ഡസ് ഹായ് മീൻ? ഹലോ, മൈ ഫ്രണ്ട് സ്പീക്സ് ബാക്ക്വാർഡ് ആൻഡ് ഐ ആം ഹിസ് ട്രാൻസ്ലേറ്റർ. അപ്പോൾ ഇത് തല തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ.
കണ്ട ഹായ് തല തിരിച്ചെഴുതിക്കണം. സോ ഹായ് മീൻസ് ഹായ്. ഓ ഓക്കെ, ബട്ട് വാട്ട്സ് ഹീ സെയിങ് നൗ? ബാൾ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മിറർ വെച്ച് വായിക്കുന്നതാണ്. ഓക്കെ, ദ എൻഡ്. രസകരമായ സാവിയോടെ ഒരു ചെറിയ ചിത്രകഥ ബാലരമ പ്രസിദ്ധീകരിച്ചതാണ്. സാവിയോക്ക് വേണ്ടി ഒരു ലൈക്ക് കൊടുക്കുക. ലൂണ മട്ടി എന്ന നോവൽ 14 എപ്പിസോഡായിട്ടുണ്ട്. സൂവിൽ നിന്ന് ചാടി പോയതാണ് ലൂണ കടുവയും മാട്ടിക്കരടിയും. പല വഴി ഇറങ്ങിയ ലൂണ ഒടുവിൽ കിർമാണിയുടെ ജീപ്പിലെത്തി. മാട്ടിയോ ടിപ്പറിൻ്റെ കാറിലും. ഹൈറേഞ്ചിൻ്റെ വളവു തിരിവുകൾ കയറി ടിപ്പർ ജീപ്പുമായി കുതിച്ചു പോവുകയാണ്. വഴിയിൽ നിന്ന് അടിച്ചു മാറ്റിയ ജീപ്പാണ്. ഇതും തിരഞ്ഞ് പോലീസ് പിന്നാലെ എത്തും. കാടിനടുത്തുള്ള താവളം എത്തിയാലുടനെ ജീപ്പ് ഉപേക്ഷിക്കണം. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചാണ് ടിപ്പറിൻ്റെ പോക്ക്. പെട്ടെന്നാണ് ഒരു കൂർക്കം വലി ചെവിയിലെത്തിയത്. ഇത് ജീപ്പിൽ നിന്നാണല്ലോ. താനല്ലാതെ വേറെ ആരാണ് ജീപ്പിലുള്ളത്? ടിപ്പർ തിരിഞ്ഞു നോക്കി. അയ്യോ കടുവ! ടിപ്പർ ഒറ്റ അലർച്ചയായിരുന്നു. ജീപ്പിനു പിന്നിൽ നിന്ന് ഉറങ്ങിപ്പോയ പാവം ലൂണ ഞെട്ടിയെണീറ്റു. ലൂണയുടെ ഞെട്ടലും എണീക്കലും കണ്ടതും ടിപ്പർ വീണ്ടും അലറി. അയ്യോ കടുവ! ഒരു നിമിഷം ടിപ്പർ എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാം മറന്നിരുന്നു പോയി. തൊട്ടടുത്ത് വളവിൽ സ്റ്റെയറിംഗ് തിരിക്കാനും മറന്നു. പാഞ്ഞുപോയ ജീപ്പ് വഴിയരികിലെ ബാരിക്കേഡിൽ ഇടിച്ചു. അടുത്ത നിമിഷം ബാരിക്കേഡ് തകർത്ത് ജീപ്പ് മുന്നിലേക്ക് മറിഞ്ഞു. 2-3 തവണ മലക്കം മറിഞ്ഞു. ജീപ്പ് നേരെ കൊക്കയിലേക്ക് വീണു. ടിപ്പറും ലൂണയും ജീപ്പിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നു. അങ്ങനെ കാട് തേടി ഇറങ്ങിയ 2 പേർ ഒടുവിലെത്തിയതോ കൊക്കയിലും. അവരുടെ വിധി. ഇതേസമയം കിർമാണിയോ മയക്കുമരുന്നെന്നു കരുതി സേഫായി കൊണ്ടുപോകുന്നത് ഒരു കരടിയാണ്. ഈ വിവരം ഇപ്പോൾ അറിയുന്നത് ആ കരടിക്ക് മാത്രമാണ്. അധികം വൈകാതെ ആ പെട്ടിയും അതിനുള്ളിലെ കരടിയും ഏതോ രഹസ്യസംഘത്തിലെത്തും. താമസിയാതെ ബാഗ് തുറക്കപ്പെട്ടു. മയക്കുമരുന്നിന് പകരം ബാഗിലുള്ള കരടിയെ കണ്ടാൽ കരടിയുടെ കഥ കഴിഞ്ഞത് തന്നെ. അത് തോക്കുകൊണ്ടാണോ കത്തിക്കൊണ്ടാണോ എന്നറിയാതെ മാട്ടി പതുങ്ങിയിരുന്നു. ഇറങ്ങിയോടി രക്ഷപ്പെടാമെന്ന് വെച്ചാൽ എങ്ങനെ? അടച്ചുപൂട്ടിയൊരു ബാഗിനുള്ളിലിരുന്ന് എന്തു ചെയ്യാൻ? ബാഗ് തുറന്ന് പുറത്തിറങ്ങിയാലോ? കാറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എൻ്റെ ദുർവിധി ഓർത്ത് മാട്ടിക്ക് കരച്ചിൽ വന്നു. കരച്ചിൽ സഹിക്കാതെ മാട്ടി കരച്ചിൽ തുടങ്ങി. കരഞ്ഞ് കരച്ചിൽ ഇത്തിരി ഉച്ചത്തിലായി. കരച്ചിൽ കാറോടിക്കുന്ന കീർമാണിയുടെ ചെവിയിലുമെത്തി. ബാഗ് കരയുന്നു! കീർമാണി ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി. അപ്പോഴതാ പിന്നിലെ സീറ്റിലിരുന്ന് ബാഗ് തുറന്ന് ഒരാൾ തുറിച്ചു നോക്കുന്നു. ഒരു കരടി. അയ്യോ! പേടിച്ചുപോയ കീർമാണിയുടെ കയ്യിൽ നിന്ന് കാർ എവിടെയോ പോയി. വഴിയിലെ ട്രാഫിക് സിഗ്നൽ തട്ടിയതും കാർ ദൂരേക്ക് തെറിച്ചു. എതിരെ വന്ന ട്രക്കിൽ തട്ടി തല കുത്തി മറിഞ്ഞ കാർ വലിയ ശബ്ദത്തോടെ നിലത്തേക്ക് വീണു. ഇതും പപ്പടം പോലെ ആ പൊടിഞ്ഞുപോയ കാറിനുള്ളിൽ കീർമാണിയും മാട്ടിയും പെട്ടിയും പെട്ടുകിടപ്പുണ്ട്. ജീവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നുറപ്പായി. 2 പേരുടെ കാര്യം ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു. അടുത്ത ലക്കത്തിൽ അവസാനിക്കും. ഓക്കെ, ഈ വലിയൊരു നോവൽ, വലിയതല്ല, ഒരു ചെറിയൊരു നോവൽ അടുത്ത ലക്കത്തിൽ അവസാനിക്കും. ഇതുവരെ അറിയാത്തവർക്ക് കഴിഞ്ഞ എപ്പിസോഡ്സിലെ വീഡിയോ കാണാവുന്നതാണ്. ബാലരമയിലേക്ക് എഴുതുമ്പോൾ ബാലരമയിലേക്ക് കഥകളും പാട്ടുകളൊക്കെ എഴുതാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ബാലരമയിലേക്ക് കഥകളും പാട്ടുകളുമൊക്കെ അയക്കുന്നവർക്ക് എങ്ങനെയാണെന്നും പലരും ചോദിക്കാറുണ്ട്. നിങ്ങളുടെ സൃഷ്ടികൾ തപാലിലോ ഇമെയിലായോ അയക്കാം. ഇമെയിൽ വിലാസം balarama@mmp.in. പ്രസിദ്ധീകരിച്ചാലും ഇല്ലെങ്കിലും ഇമെയിലിൽ മറുപടി ലഭിക്കും. തപാലിൽ അയക്കുന്നവർ ഉപയോഗിക്കേണ്ട വിലാസം എഡിറ്റർ, ബാലരമ, PB നമ്പർ 226 MM പബ്ലിക്കേഷൻസ്, കോട്ടയം, പിൻകോഡ് 686001. തപാലിൽ അയക്കുന്ന സൃഷ്ടികളിൽ പ്രസിദ്ധീകരണത്തിന് തിരഞ്ഞെടുത്തവ തിരികെ കിട്ടുമെങ്കിലും സ്വന്തം വിലാസം എഴുതിയ ആവശ്യത്തിന് സ്റ്റാമ്പ് ഒട്ടിച്ച കവർ ഒപ്പം വെക്കണം. പ്രസിദ്ധീകരണം വിവരമറിഞ്ഞാൽ മതിയെങ്കിൽ സ്വന്തം വിലാസം എഴുതി പോസ്റ്റ് കാർഡ് വെച്ചാൽ മതി. സൃഷ്ടികൾ അയക്കുന്നവർ പൂർണ്ണമായ മേൽവിലാസവും ഫോൺ നമ്പറും ഉൾപ്പെടുത്തണേ. അച്ചുവും പൂച്ചയും എന്നൊരു കവിതയാണ് വായിക്കുന്നത്. ഉച്ചയ്ക്കൂണിന് മുമ്പ് മച്ചിലൊരുച്ചമയക്കം, അച്ചുവിനൂണ് കഴിഞ്ഞ് ഇത്തിരി വേണമുറക്കം. 2 മണിയിട്ടാലുടനെ കിച്ചണിലേക്ക് നടക്കും, പാത്രം തട്ടിമറിക്കും, പാല് കുടിച്ച് രസിക്കും, കിട്ടിയതൊക്കെ എടുക്കും, ഒച്ചയുയർത്തി നടക്കും, അമ്മയടിക്കാനെത്തും, അപ്പോൾ ഓടി ഒഴിക്കും. അനീഷ് കെ ഐലറ എഴുതിയ മനോഹരമായൊരു കവിതയാണിത്. ഓക്കെ, അതിൻ്റെ ചിത്രം ഇവിടെ ഉണ്ട്. ഡുണ്ടുമോൻ. 12 ചോക്ലേറ്റ് 4 പേർക്ക് വീതിച്ചാൽ ഒരാൾക്ക് എത്ര കിട്ടും? 3. ഗുഡ്. ഇനി അടുത്ത ചോദ്യം. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ 70 ചോക്ലേറ്റ് വാങ്ങി.
30 കുട്ടികൾക്ക് വീതിച്ചു. ഒരാൾക്ക് 2 എണ്ണം കിട്ടി. 8 എണ്ണം ബാക്കി വന്നു. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? തെറ്റുണ്ട് സാർ. വെരി ഗുഡ്. എന്താണ് തെറ്റ്? സാറിൻ്റെ ബർത്ത്ഡേ നാളെയല്ല, അടുത്ത മാസമാ. ഒരു കോമഡിയാണ് ഗൈസ്. ഇനി അടുത്ത കഥ. ഇത് വായിച്ചിട്ടുണ്ടോ? മെഗി ഫോർചാർട്ട് എന്ന 12 വയസ്സുകാരിയുടെയും അവളുടെ അച്ഛനായ മോ എന്ന് വിളിക്കുന്ന മോർട്ടിമറുടെയും അത്ഭുതകരമായ സാഹസത്തിൻ്റെ കഥയാണ് ഇൻ കെഹർട്ട് എന്ന ജർമ്മൻ പുസ്തകം പറയുന്നത്. ജർമ്മൻ ഭാഷയിലെ പേര് ടിൻഡൻഹെർസ്. പുസ്തകലോകത്തെ സാഹസങ്ങൾ. പുസ്തക വായന തന്നെ ഒരു സാഹസാനുഭവമായി മാറുകയാണ്. കഥയിൽ മെഗിയുടെ അച്ഛൻ മോർട്ടിമറിന് അത്ഭുതകരമായ ഒരു കഴിവുണ്ട്. ഒരു പുസ്തകം ഉറക്കെ വായിച്ചാലും അതിലുള്ള വസ്തുക്കളെയും ആളുകളെയും പുറത്തു കൊണ്ടുവരാൻ പറ്റും. കുറേ വർഷം മുമ്പ് അയാൾ ഇങ്ഹാർട്ട് എന്ന വിചിത്രമായ ഒരു പുസ്തകം ഭാര്യയായ തെരേസയ്ക്ക് ഉറക്കെ വായിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അപകടകാരിയായ ചില കഥാപാത്രങ്ങൾ പുറത്തു ചാടി യഥാർത്ഥ ലോകത്തെത്തി. അതോടൊപ്പം മെഗിയുടെ അമ്മയായ തെരേസ സ്വന്തം പൂച്ചകളോടൊപ്പം കഥയ്ക്കുള്ളിലേക്ക് അപ്രത്യക്ഷയാവുകയും ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ മോക്ക് സാധിച്ചില്ല. ഇതാണ് അതിൻ്റെ കവർ. നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അത് ഇൻ്റർനെറ്റിലൊക്കെ അടിച്ച് നോക്കാവുന്നതാണ്. അതഞ്ഞ് ഈ ബുക്ക് ഞാൻ വായിക്കണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി. ഓക്കെ. ഇതാണ് കോർണേലിയ ഫുങ്കെ. കുറേ കാലം കഴിഞ്ഞ് കഥയിൽ നിന്ന് പുറത്തെത്തിയ കാപ്രിക്കോൺ എന്ന ക്രൂരനായ വില്ലൻ മോയെ പിടികൂടി കൂടുതൽ ആളുകളെ കഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതോടെ ഈ പുസ്തക സാഹസത്തിന് മെഗിയും അവളുടെ എലിനോർ അമ്മായിയും കൂടി അകപ്പെട്ടു പോകുന്നു. തുടർന്നുള്ള അപകടകരമായ സംഭവങ്ങളുടെ കഥയാണ് ഇങ്ഹാർട്ട്. കോർണേലിയ ഫുങ്കെ എന്ന ജർമ്മൻ എഴുത്തുകാരിയാണ് പുസ്തക വായനയെ തന്നെ ഒരു മാന്ത്രികാനുഭവമാക്കുന്ന ഈ രസികൻ കഥ എഴുതിയത്. സ്വല്പം മുതിർന്ന കുട്ടികൾക്കായുള്ള ഈ കഥയുടെ തുടർച്ചയായ 2 പുസ്തകങ്ങൾ കൂടി പിന്നീട് അവർ എഴുതി. വളരെ രസകരമായ കഥയായിരിക്കും ഇങ്ഹാർട്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ജംഗിൾ ടൈംസ്. ബാലരമയിലെ എല്ലാ ലക്കത്തിലും കാട്ടിലെ ന്യൂസ് പോലത്തെ ഒരു രസകരമായ ഇത് വായിക്കുമ്പോൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര പ്രധാനപ്പെട്ട ഹെഡിങ്ങൾ വായിക്കുകയാണ്. വിഷാദൻ്റെ വളയങ്ങൾ കണ്ടെത്തി. അടുത്ത വാർത്ത. സിംഹത്തലയിൽ ചവിട്ടി ജോലിക്കാരന് സസ്പെൻഷൻ. നടൻ്റെ അവാർഡ് തിരിച്ചു വാങ്ങണമെന്ന് ചുണ്ടനെലി. ഒരേ ദിവസം 5 ചടങ്ങുകൾ ഒരുമിച്ച് നടത്തി മന്ത്രി. മഴ വൈകും മയിലുകൾ ആശങ്കയിൽ. രസകരമായ ഒരു കോമഡി ആയിട്ട് വായിക്കാവുന്ന ന്യൂസ് ചാനലാണ് ജംഗിൾ ടൈംസ്. അപ്പോൾ എല്ലാവർക്കും പോസ് ചെയ്ത് വായിച്ച് നോക്കാവുന്നതാണ്. നാളെ പത്രമില്ല. സാധാ നമ്മളെ പത്രങ്ങളിൽ കാണുന്ന പോലെ രസകരമായി അവരിങ്ങനെ ഓരോന്ന് പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ അവസാന കഥ ആണ് ജംഗിൾ രാജ്. ഇതെന്താ പുലിക്കുട്ടിയോ? പുതിയ സംരംഭമാ. മോൻ വലുതായാൽ പിന്നെ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ. കൂട്ടുകാരെ ചേർത്തൊരു ഡേ കെയർ സ്റ്റാർട്ടപ്പ് തുടങ്ങി. മാസം കുറച്ച് കാശും കിട്ടും, കാശും തടയും. ജംഗിൾ രാജാണ്. ഓക്കെ. അപ്പോൾ ഞാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കണം. എനിക്ക് ഞാൻ അത്ര അങ്ങോട്ട് വായിക്കണതിൽ അത്ര ഇതില്ല. അപ്പോൾ ഇനിയും ബാലരമകൾ വായിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ ലക്കത്തിലും ബാലരമ വായിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഞാൻ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.